എന്നതാ? എന്താ പേര്? ടിങ്കു ജെയിംസ്. നിന്റെ അല്ലടാ, ആ കക്ഷിയുടെ. അത് മിസ്. പേരാ ചോദിച്ചത്. എനിക്കറിയാമല്ലോ, ഞങ്ങളൊക്കെ മിസ് തന്നെ വിളിക്കാറ്. ഊതല്ലേ ഊതല്ലേ. എടാ, നിനക്കൊക്കെ പുതിയ കൂട്ടുകാരെ കിട്ടിയ പിന്നെ ഇത്തിരി കൂടുന്നുണ്ട്. പറഞ്ഞേക്കാം. എന്താടാ പേര്? അറിഞ്ഞേ പറ്റുള്ളൂന്നുണ്ടെങ്കിൽ മനോരേട്ടനെ തന്നെ തന്നെ വെച്ചൂടെ? എടാ, അത് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഇത്. നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എന്താ? വാട്ട്? എടാ, നീ ഇത് കൊടുക്കണം. എന്റെ പൊന്നു കൂട്ടനല്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യ പ്ലീസ്. നോക്കണ്ടേ? എന്റെ കർത്താവ്. പേരറിയാത്ത എന്റെ സുന്ദരിക്ക്, ഭവതിക്ക് ഹൃദയം സമർപ്പിക്കുന്ന ഒരു യുവ കോമളനാണ് ഞാൻ. തന്റെ പേരെനിക്കറിയില്ലെങ്കിൽ എന്താ, ലോകത്തുള്ള എല്ലാ സുന്ദരികളുടെയും പേര് തനിക്ക് ചേരും. തന്നെ ഞാൻ ഹെലൻ എന്ന് വിളിക്കും, ക്ലിയോപാട്ര എന്ന് വിളിക്കും, ഹേമമാലിനി എന്ന് വിളിക്കും. അനുരാഗ കടലിൽ നമ്മൾ ഒന്നിച്ച് നീന്തി തുടിക്കുമ്പോൾ എന്ത് രസമായിരിക്കും. നമ്മൾ മാത്രമുള്ള ഒരു ലോകത്ത് സന്തോഷിച്ചും സല്ലപിച്ചും കഴിയണമെന്നാണ് എന്റെ ഹൃദയാഭിലാഷം. മന്ദമാരുതൻ വീശുമ്പോഴും പക്ഷികൾ കളകളഗാനം പൊഴിക്കുമ്പോഴും നിന്നെ ഞാൻ ഓർമ്മിക്കാറുണ്ട്. യോ, നിന്റെ ശരീരത്തിൽ ഒരു മുല്ലവള്ളി പോലെ പടരാൻ ഞാൻ കൊതിക്കാറുണ്ട്. ആഹാ, എന്റെ മനോരേട്ടാ. അപ്പോ മഞ്ജു ജോഗിങ്ങില്ല അല്ലേ? മൂടിപ്പോച്ച് ഉറങ്ങുന്നുണ്ടാവും. ഭാഗ്യവതി. അയ്യോ, എനിക്ക് ഇപ്പോഴും മേലാ. കുഴി മടിയൻ തന്നെ. ഷാഹുലിനെ നോക്ക്, സ്മാർട്ട്. അയ്യടാ. കണ്ണാ, കുറച്ചൊരു നീങ്ങിയോട്. ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ്. അത്രയ്ക്കും കൂട്ടുവന്നല്ല, ഭയങ്കര തണുപ്പാ. എന്നും കാലത്ത് ഒരു 5 കിലോമീറ്ററെങ്കിലും ഓടുക എന്നുള്ള എന്റെ ഒരു ശീല. എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. മടങ്ങ മതി. മനോരേട്ട മതിയാക്കിയ 5 കിലോമീറ്റർ ആയില്ലല്ലോ. ആരോഗ്യത്തിന്റെ രഹസ്യം വിട്ടോ വിട്ടോ വിട്ടോ. അല്ല, ഞാൻ ബൈ. തന്നെ എന്നെ ട്യൂഷന് പോണ്ടേ? പിന്നെ എന്താ നമ്പർ? ഹലോ, രാവിലെ ഈവനിംഗ് വാക്കിന് ഇറങ്ങിയല്ലേ? ടീച്ചറല്ലേ നമ്പർ മറക്കല്ലേ? ഗോളേന്നത് ഇങ്ങനെയാ. സ്കൂളിലെ കാര്യം പറയാതിരിക്കുക ഭേദം. നല്ലൊരു മൂത്രപ്പര പോലും ഇല്ല, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞതാ. നിറയെ ഓട്ടയാ. എന്നാലും ദൂരെ നോക്കുമ്പോ ദാറ്റ് സ്കൂൾ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നല്ല പ്രിമിസസാ, എനിക്കിഷ്ടമായി. ഓ, ആ ബിൽഡിങ്ങിന്റെ പണി ഞാൻ എത്ര കാലമായി തുടങ്ങിയിട്ട് ഇനിയും തീർന്നിട്ടില്ല. അതതിന്റെ എഞ്ചിനീയർ അമേരിക്കയിൽ ഏതോ കോഴ്സിന് പോയതുകൊണ്ടാ. അതിരിക്കട്ടെ, മൂത്രപ്പര മോശമാണെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് കൊള്ളാത്തോണ്ടാ. ഫാദറിന് നിങ്ങളൊരു മെമ്മോറാണ്ടം കൊടുക്കണം. അങ്ങ് ചെന്നാ മതി. മെമ്മോറാൻഡം ഒന്നും ഏൽക്കുകയല്ല, നമുക്കൊന്ന് 2 പോസ്റ്റർ എഴുതി രാത്രി ഒട്ടിച്ചാലോ? ഇരുട്ടത്ത് നിന്നുള്ള പണിയെ പറ്റൂന്നർത്ഥം. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കണ്ട. അതൊക്കെ മാനേജ് ചെയ്യാന്നേ. മിസ് ഞങ്ങളോട് നിന്നാ മതി. വേണ്ടാത്ത കാര്യത്തിനൊന്നും കൂട്ടു നിൽക്കാൻ ഞാൻ ഏതായാലും ഇല്ല. ഇങ്ങോട്ട് വാടാ. യെസ് ഡാഡി. നിനക്ക് സ്കൂളിലൊക്കെ എത്രയാടാ മാർക്ക്? അത് ഡാഡി നല്ല മാർക്കാ. അങ്ങനെ വേണം. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം, എടാ, ഇവിടെ ഇപ്പൊ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ ഗാന്ധിജിയൊക്കെ പറഞ്ഞതുപോലെ ഇന്നത്തെ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കൊള്ളാം. വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാൻ കണ്ട സമയം കൊള്ളാം. നല്ല നല്ല കാര്യങ്ങളെ കുറിച്ച് ആർക്ക് ഏത് സമയത്തും സംസാരിക്കാം, അല്ലേടാ? മതി, എഴുന്നേറ്റ് വന്ന് കിടക്കാം.
പാതിരാത്രിക്കാ കൂത്തുകളി. ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞ അത് ഇന്നത്തെ വിദ്യാഭ്യാസം വിട്ടൂടാ. എല്ലാ പോസ്റ്റർ എടുത്തോ. വേഗം പോടാ. ഇവിടെ കാറ്റിന് ദുർഗന്ധം. തുടർക്കുക principal, we want a good tutor. നന്നാക്കാൻ പറ്റുന്നു. എന്താന്ന് നീ വേണ്ടേ ഗുഡ് യൂറിന്. ഇവിടെ എന്താ ഇവിടെ നീ ഇതേ നേരെയാക്കാൻ പറ്റുന്നു. ഞാൻ കീഴടോ. മക്കളെ, എന്റെ കണ്ണിൽ ഒരു തരി മണ്ണിടാൻ നീയൊന്നും വിചാരിച്ചാൽ നടക്കുകയില്ല. 10 വർഷം മെന്റൽ സ്കൂളിൽ പഠിപ്പിച്ചേച്ച ഈ ഭവാനിയോ സച്ചൻ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെയൊക്കെ മനഃശാസ്ത്രം എനിക്ക് നല്ലവണ്ണം അറിയാം. എന്റെ സമയം വെറുതെ മെനക്കെടുത്തണോ മക്കളെ? അങ്ങോട്ട് പറഞ്ഞോളൂ, ആരാ നിങ്ങളുടെ ആർട്ടിസ്റ്റ്? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഒരു അവാർഡ് തന്ന് ബഹുമാനിക്കാനാ. ഷാഹുൽ ഹമീദേ, കണ്ണിൽ നോക്ക്. ഈ കള്ളലക്ഷണമൊക്കെ കുറെ കാലായില്ലേ ഞാൻ കണ്ടു തുടങ്ങിയിട്ട്. പറഞ്ഞോളൂ, എന്തിനാ ഈ പണിക്കിറങ്ങിയത്? കണ്ണാ, കണ്ണിൽ നോക്ക്. കള്ളം പറയരുത്. എപ്പോഴാ തോട്ടിച്ചത്? നിന്റെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഇത് എഴുതി പിടിപ്പിക്കാൻ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ജീജോ ഇത് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. ക്ലാസ്സിൽ നല്ല അച്ചടക്കവും അനുസരണയും ഗുരുഭക്തിയുള്ള നല്ല കുട്ടി. പക്ഷെ എപ്പോഴാ മനസ്സിന്റെ താളം തെറ്റാന്ന് കർത്താവിന് പോലും അറിയില്ലല്ലോ. ആ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ നീ ഇത് ചെയ്യുന്നു. ഇങ്ങോട്ട് മാറി നിക്കടാ. എന്താ നിന്റെ അപ്പന്റെ പേര്? എന്തായിരുന്നു ജോലി? ഫിലിപ്പോസ്. ജോലി ഫിലിപ്പോസോ? അല്ല, കോൺട്രാക്ടർ. എന്നാലേ ആ കോൺട്രാക്ടറോട് ചെന്ന് പറ എന്നെ ഒന്ന് വന്ന് കാണാൻ. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് തൊഴാനാ. എന്നിട്ട് നീ ക്ലാസ് കയറിയാ മതി. എവിടെ വടി? ഇവരെന്തിനാ ഇവിടെ നിൽക്കണേ? ഓർഡർ ഓർഡർ. പ്രകടനം ഗംഭീരം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. ഇപ്പൊ എന്തായി? ആ ഫാദർ ഒരു ഭയങ്കര സാധനമാ. ഇടയ്ക്ക് ഇങ്ങനെ ചില പെർഫോമൻസ്. ഫാദർ മെന്റലോസ്. അനുഭവിച്ചോ? എല്ലാവരും ചേർന്നല്ലേ ജിജോയെ പിരികേറ്റിയത്. മിസ് ഒന്ന് ഫാദറെ കണ്ട് പറയാവോ? മിസ് പറഞ്ഞാ ഫാദർ കേൾക്കും. കേട്ടേച്ച് വരിക. ഞാനും കൂടെ ചേർന്നിട്ടാ നിങ്ങൾ ഇത്ര വഷളായിരുന്ന. അങ്ങേരുടെ വായിലിരിക്കുന്നത് കേട്ടത് മിച്ചം. ഇനിയിപ്പോ എന്താ ഒരു വഴി? ജിജോയുടെ ഡാഡി ഇതറിഞ്ഞാ പിന്നെ തീർന്നു എന്റെ പഠിത്തവും സ്കൂളും ഒക്കെ. ജിജോയുടെ ഡാഡിയെ നമ്മുടെ ഫാദറിന് അറിയാവോ? ഇല്ലല്ലോ. എന്നാ ഒരു വഴിയുണ്ട്. എന്താ അത്? ജിജു അവന്റെ ഡാഡിയെ വിളിച്ചോണ്ട് പോകുന്നു, ഫാദറിനെ കാണുന്നു, മാപ്പ് പറയുന്നു. That's all. അയ്യോ, ഞാൻ സ്നേഹം കൊണ്ട് പറയാണെന്ന് കൂട്ടിക്കോളൂ. ഇവനെയൊക്കെ വിടേണ്ടത് ഇങ്ങോട്ടല്ല, ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക്. നിങ്ങൾ എന്താ വിചാരിച്ചേ? കയ്യിൽ കുറച്ച് കാശുണ്ടെന്ന് വെച്ച് മെന്റൽ പ്രോബ്ലം ഉള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഞാൻ പറയുന്നത് ശരിയല്ലേ മിസ്റ്റർ പീലിപ്പോസേ? കാര്യം ശരിയാണ്. എന്റെ ശ്രദ്ധക്കുറവ് അല്പമുണ്ട്. സിമന്റ്, കമ്പി, പാലം, കലുങ്ക്, കെട്ടിടങ്ങൾ, അങ്ങനെ 100,000 പ്രശ്നങ്ങൾ. ഞാനൊരു പാവം കോൺട്രാക്ടറായി പോയില്ലേ അച്ചോ. തിരക്കൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ വിളിച്ചാ വന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും വിശേഷം ഇല്ലാതെ അച്ഛൻ വിളിപ്പിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിശേഷമൊക്കെ ഈ പിശാച് പറഞ്ഞില്ലേ? അതങ്ങ് വിട്ടുകളാച്ചോ. നമുക്ക് വേറൊരു മൂത്രപ്പരുകൂടി ഉണ്ടാക്കാം. എന്തിനാ ഇവനെ കൊഴിഞ്ഞു നോക്കാനോ? പോട്ടാച്ചോ. പോട്ടെന്നാ? എങ്ങോട്ട് പോണു? ഇതിന് സമാധാനം ഉണ്ടാക്കി പോയാൽ മതി. അതല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ അങ്ങ് പോട്ടേന്ന്. അച്ഛൻ പറ, എത്ര ചാക്ക് സിമന്റ് വേണം? അപ്പോ പീലിപ്പോച്ചൻ വന്നത് വളരെ നന്നായി. കുട്ടികൾ ഓരോ വികൃതി കാട്ടിന്ന് വെച്ച് ഞാൻ പീലിപ്പോച്ചന്റെ ടൈം കുറെ വേസ്റ്റ് ആക്കിയില്ലേ? സോറി. നോ 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 നോ, അച്ഛൻ എങ്ങനെ പറയരുത്. ഞാൻ അങ്ങനെ പറയും. അച്ഛൻ എങ്ങനെ പറയരുത്. ഞാൻ പറയും. നിങ്ങളെ പോലെ ഉത്തരവാദിത്തമുള്ള പേരൻസിന് കിട്ടുന്നത് വലിയ ഭാഗ്യാട്ടോ. ജിജോ, ഗോ ടു യുവർ ക്ലാസ്. താങ്ക് യു ഫാദർ. അപ്പോ സിമെന്റിന്റെ കാര്യം? ഓ ഷുവർ ഷുവർ ഷുവർ. അച്ഛൻ എന്റെ ഗോഡൌണിലേക്ക് ഒന്ന് അറിയിച്ചാ മതി. സാധനം അപ്പൊ ഇവിടെ എത്തിച്ചിരിക്കും വിത്ത് പ്രഷർ. അപ്പൊ അച്ഛൻ ഒരു നമ്പർ. നമ്പറോ? എന്താ പറഞ്ഞ? അല്ല, ഈ നമ്പർ എന്ന് പറഞ്ഞാ അച്ഛന്റെ ടെലിഫോൺ നമ്പർ 3109. ഓ 31091. 3109. നമ്പറിന്റെ കാര്യമല്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കൂല. പോട്ടാച്ചോ. ശരി. എന്തൊരു ദാനശീലൻ. അടിസ്ഥാന രാഗങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ നിന്നാണ് മ്യൂസിക് വേൾഡിലേക്ക്. സ്റ്റാഫ് റൂം അവിടെ
ബാക്കി അടുത്ത ക്ലാസ്സില്. നിങ്ങളൊക്കെ ഗ്രൗണ്ടിൽ പോയി വല്ലതും കളിച്ചോളൂ. ഒളിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? നീ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഈ ഭാസ്കര കുറിപ്പ് വിചാരിച്ചാൽ ഒരൊറ്റ സെക്കൻഡ് മതി വിവരം അവിടെ എത്തിയിരിക്കും. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? അത് നീ എന്നെ കൊണ്ട് ഇനിയും പറയിക്കുമല്ലേ? മോളെ തമാശകളാ. വാ ഒന്ന് വണ്ടി കയറ്. ഇത് ഞാൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഒന്ന് പോയി തരാവോ? ഇവിടെ വന്ന് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. പ്രശ്നം ഉണ്ടല്ലോ, അറിയട്ടെ എല്ലാവരും. എന്റെ അടുത്തൊന്ന് മുങ്ങാൻ നിനക്ക് ഇങ്ങനെ ധൈര്യം വന്നു? കേറിക്കോ, മതി നിന്റെ സ്കൂളും പഠിപ്പിക്കലും ഒക്കെ. ദേ, നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പോണം. നമുക്ക് വൈകിട്ട് കാണാം. കാര്യങ്ങളൊക്കെ അപ്പൊ സംസാരിക്കാം. വൈകിട്ട് എവിടെ വെച്ച്? എവിടെ വേണേലും വരാം. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഡ്രൈവിംഗ് റെസ്റ്റോറന്റ്. അവിടെ ഷാർപ്പ് 5 o'clock. ഓക്കെ, വരാം. ഈ ഭാസ്കര കുറിപ്പിനെ എനിക്ക് കുറച്ചാലായിട്ട് അറിയാമല്ലോ. അവിടെ കാണാം. ഇത് നമ്മുടെ ആ മനോരേട്ടനെ പോലെ ഏതോ ലൈനാന്നാ തോന്നുന്നേ. അവന്റെ ഒരു നോട്ടവും ചിരിയും ഒരു ഫ്രോഡ് കേസെന്ന് ഉറപ്പാ. എനിക്ക് കൈ തരിച്ചു വന്നതാ. മിസ് വിഷമിക്കുമ്പോ സഹായിക്കേണ്ടത് നമ്മളെ കടമയാ. അതല്ല, ഇതിലെന്തോ കാര്യമുണ്ട്. നമ്മൾ ചിന്തിക്കാതെ വല്ലതും കാട്ടിയിട്ട് അതുകൊണ്ടൊന്ന് ആലോചിക്കണം. പോടാ, എന്തോന്ന് അത്ര ആലോചിക്കാം. റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ആ ഡ്രൈവിംഗ് റെസ്റ്റോറന്റ് ഷാർപ്പ് 5 o'clock. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഞാൻ കാര്യമായിട്ട് തന്നെ പറയാ. ദിസ് വിൽ ബി അവർ ലാസ്റ്റ് മീറ്റിംഗ്. വരട്ടല്ലേ വരട്ടല്ലേ. ഈ വരട്ടൊക്കെ കുറിപ്പ് കുറെ കാലമായിട്ട് കണ്ടിട്ടുള്ളതാ. എനിക്ക് നിന്നെ ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. നിനക്ക് എന്നെ കാണാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. പക്ഷെ ഒരു ചെറിയ ഉപകാരം ചെയ്തു തന്നാ മതി. നീ നിന്റെ അച്ഛനോട് പറഞ്ഞ് ഒരു ചെറിയ തുക എനിക്ക് മേടിച്ചു തരണം. ഒരു 25,000 rupees. ഞാൻ അഗ്രിമെന്റ് തിരിച്ചു തന്നേക്കാം. ധൃതിയില്ല, ആലോചിച്ചിട്ട് മതി. അപ്പൊ എന്താ കഴിക്കാൻ പറ്റത്? ഐസ്ക്രീമോ ഫ്രഷ് ലൈമോ? സർ, 6 പൊറോട്ട, ഒരു ചില്ലി ചിക്കൻ. നിമിക്കൊന്നും വേണ്ടല്ലോ? ഷുവറാണോ? വേണ്ട. ആ, താങ്ക് യു. ഞാനേ ഇവിടൊക്കെ തന്നെ കാണും. ഒരു ഫ്രണ്ടിനെ കണ്ടതുകൊണ്ട് അവനോടൊപ്പം കൂടാന്ന് വെച്ചു. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ പോകൂ. ഫുഡ് ഇതുവരെ വന്നില്ലല്ലോ.
കണ്ണുപുള്ളി എറിയടാ.